ഇത് ഈ സർജറി നടക്കുമ്പോൾ മന്ത്രി അല്ലാതെ ഇരുന്ന എന്നെയാണ് എത്തരത്തിൽ ആക്രമിച്ച് എൻ്റെ വീട്ടിൽ കയറി റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ കുടുംബമായി താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റ് തല്ലി പൊളിച്ചു വന്നകത്ത് റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ മുഖം കറുപ്പിക്കും എന്ന് പറഞ്ഞു. എന്നെ അല്ലാതെ തെരുവിൽ അല്ലെങ്കിൽ വഴിയിൽ നടക്കുമ്പോൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക ഒടുങ്ങിയത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. 2015 അന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയിൽ 930 സ്ത്രീകൾ ഗർഭിണികൾ അന്ന് ആ സർക്കാരിന്റെ കാലത്ത് മരണപ്പെട്ടതായിട്ട് നിയമസഭാ രേഖകളുണ്ട്. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. ഒന്ന് അടിസ്ഥാന സൗകര്യം. ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ല മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഞാൻ ജനറൽ ആശുപത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ജനറൽ ആശുപത്രി എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്? അവിടെ പോകുന്നവരാണ്, നിങ്ങളിൽ പലരും അവിടെ പോകുന്നുണ്ട്, എന്നോട് ബന്ധുക്കൾ പോകുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി രണ്ടിടത്തും കെട്ടിടങ്ങളായല്ലോ. ഇനി കോന്നി താലൂക്ക് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചു. അടൂർ ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചു, ഈ ഘട്ടത്തിൽ നിർമ്മിച്ചാണ്. റാന്നി ആശുപത്രി ശബരിമലയ്ക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ്. ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി. ശബരിമലയോട് ചേർന്നുള്ള ഹോസ്പിറ്റലാണ് റാന്നി ആശുപത്രി. സ്ഥലമില്ല, 15 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചു. കെട്ടിടം അവിടെ നിർമ്മിക്കുന്നു. എഴുമറ്റൂര് കെട്ടിട നിർമ്മാണം നടക്കുന്നു. അങ്ങനെ ഓരോ ആശുപത്രിയിലും, മല്ലപ്പള്ളിയിലും തിരുവല്ലയിലും ഒക്കെ തന്നെ. അപ്പോൾ അടിസ്ഥാന സൗകര്യത്തിൽ 130 ആശുപത്രികൾ, താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ നമുക്ക് പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീട്ടമ്മ മരിച്ച ഒരു സാഹചര്യം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ബഹുമാന്യനായിട്ടുള്ള UDF സ്ഥാനാർത്ഥി പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ ഒരിടത്ത് ഇത് പറയണം എന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷേ എവിടെയോ ഞാൻ പറഞ്ഞിരുന്നു. കളക്ടറുടെ റിപ്പോർട്ടിനകത്ത് 2012 അത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. 2012 അന്ന് 2012 ആണത് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഇത്ര വർഷങ്ങൾക്കിപ്പുറം എങ്ങനെയാണ് ആ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത്? അതിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അന്വേഷണത്തിന് ശേഷം അതിൻ്റെ വിജിലൻസിൻ്റെ ഉൾപ്പെടെ അന്വേഷണത്തിലേക്ക് അത് പോകുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ അത് അന്വേഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളെ ഇപ്പോൾ കത്രികയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഒരു നരേറ്റീവാണ്. ആ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ, ഒരു നരേറ്റീവാണ്. എന്താണ്, ഏത് കാര്യത്തിലാണ് ആരോഗ്യ മേഖല അടയാളപ്പെടുന്നത്? ഒന്ന് അടിസ്ഥാന സൗകര്യം. നമ്മുടെ കൺമുന്നിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10 വർഷം മുൻപ് ഇവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇന്നവിടെ കാത്ത് ലാബ് ഉണ്ട്. 8000 പേർ, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ പണം എവിടെയെന്ന് ചോദിക്കുന്നില്ല. കലഞ്ഞൂരിൽ വിദ്യ എന്നൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ ഭർത്താവ് കൈ 2ആയിട്ട് വെട്ടിമുറിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന് നിന്ന് 10 ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞു. തോർത്ത് വെച്ച് അടുത്തുള്ള ചെറുപ്പക്കാരനെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. 100 രൂപ പോക്കറ്റിൽ എടുത്തു വെക്കാൻ അച്ഛൻ വെച്ചിട്ടുണ്ടാവില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പുറത്തും വിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാത്രി തന്നെ 11-11:30 മണിയായി വിദ്യ അവിടെ പ്രവേശിപ്പിച്ചു. 8 മണിക്കൂർ നിന്റെ ശസ്ത്രക്രിയ രാത്രി ചെയ്തു. ഞാൻ അതിനുശേഷം വിദ്യ സന്ദർശിച്ചു. ICUയിൽ മൾട്ടിപ്പിൾ സർജറീസ് ചെയ്തു, പല സർജറീസ് ചെയ്തു, പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ചെയ്തു. അവളുടെ ഞരമ്പിലൂടെ രക്തം ഓടി തുടങ്ങി. അത് നമുക്ക് പറയുന്നതിനപ്പുറത്തെ ഒരു കാര്യമാണ്. അത്രയും ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അനുഭവിച്ച വിഷമം. മകനെ ചേർത്ത് പിടിച്ച് അവൾ ഇന്ന് അഭിമാനത്തോടെ ജീവിക്കുന്നു. താൽക്കാലികമായി സർക്കാർ സംവിധാനത്തിൽ ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അടിസ്ഥാന സൗകര്യം. 2 ചികിത്സാ സൗകര്യങ്ങൾ. നമ്മുടെ മുന്നിൽ മാമോഗ്രാം ഉണ്ടായിരുന്നോ 10 വർഷം മുൻപ് നമ്മുടെ ജനറൽ ആശുപത്രിയിൽ? 10 വർഷം മുമ്പ് നമുക്കിവിടെ പക്ഷാഘാത പരിചരണത്തിന് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഡോക്ടർ സ്റ്റാൻലി ഉൾപ്പെടെ അവിടെ ന്യൂറോളജിസ്റ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛന്മാർ, അമ്മമാർ, പ്രായമുള്ളവർ, പക്ഷാഘാതം വരുന്നവർ അവർ ചികിത്സിച്ച് പോകുന്നുണ്ട്. പകർച്ചവ്യാധികൾ ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്. നിപ്പ 2023 ഔട്ട്ബ്രേക്കിൽ 34% മരണനിരക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരം ജലജന്യ രോഗമാണ്. നെഗ്ലേറിയ ഫൗലേറിയ ആണെങ്കിൽ 99% ഡെത്താണ് ആഗോളതലത്തിൽ. അക്കാന്ത് അമീബയാണെങ്കിൽ 70% മുകളിൽ മരണനിരക്കാണ്. പക്ഷെ കേരളത്തിൽ അത് 24%. ഡെങ്കി ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് 2012-13 0.6 ആയിരുന്നു അന്നത്തെ മരണനിരക്ക്. ഇന്ന് 0.09 ആണ്. അത് 0.1 എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലയിൽ അത് പകർച്ചവ്യാധി. ഇനി ഹെൽത്ത് ഇൻഡിസസ്, ശിശുമരണ നിരക്ക് അമേരിക്കൻ ഐക്യനാടുകളിലേക്കാൾ കുറവാണ് കേരളത്തിലേത്. കേരളത്തിൽ 5 ആണ്. മറ്റ് അമേരിക്കൻ ഐക്യനാട്ടിൽ അത് 5.6 ആണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ, നവജാത ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ്. ഒരു കാര്യം കൂടി, കത്രികയുടെ കാര്യം പറഞ്ഞതുകൊണ്ട്
ഇത് വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്ന അതായത് എന്നെ ഇപ്പോൾ ആ നിലയിൽ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരു കാരണവശാലും സർജിക്കൽ എറേഴ്സ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 5 വർഷക്കാലം നടക്കാത്ത ഒരു കാര്യത്തിൽ, അതിനു മുൻപ് നടന്ന കാര്യങ്ങളുടെ പേരിൽ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അത് 2017 ഒരെണ്ണം എന്ന് പറയുന്നു. അതിന് 2021 മെയ് മാസം ആദ്യം എന്ന് പറയും 12-ാം തീയതിയാണ് ആ സർജറി നടന്നത്. രണ്ടും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അക്കാലത്ത് മന്ത്രി അല്ലാതെ ഇരുന്ന, ഈ സർജറി നടക്കുമ്പോൾ മന്ത്രി അല്ലാതെ ഇരുന്ന എന്നെയാണ് എത്തരത്തിൽ ആക്രമിച്ച് എൻ്റെ വീട്ടിൽ കയറി റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ കുടുംബമായി താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റ് തല്ലി പൊളിച്ചു വന്നകത്ത് റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ മുഖം കറുപ്പിക്കും എന്ന് പറഞ്ഞു. എന്നെ അല്ലാതെ തെരുവിൽ അല്ലെങ്കിൽ വഴിയിൽ നടക്കുമ്പോൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നു അതിൻ്റെ പ്രശ്നം? ഈ വിഷയത്തിലാണ്. ഇത് ഒരു മന്ത്രിയാണോ അതിന് ഉത്തരവാദിയാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ കാലത്തിനും അല്ലാതെ നടന്നൊരു കാര്യം, ഈ 5 വർഷം നടന്ന സംഭവങ്ങളുടെ പേരിൽ അല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർജിക്കൽ എറേഴ്സോ ചികിത്സാ പിഴവുകളോ ഉണ്ടായിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. 2015 അന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയിൽ 930 സ്ത്രീകൾ, ഗർഭിണികൾ അന്ന് ആ സർക്കാരിൻ്റെ കാലത്ത് മരണപ്പെട്ടതായിട്ട് നിയമസഭാ രേഖകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പൊതുവിൽ നമ്മൾ കേരളം ഒന്നിച്ച് നേരിടേണ്ട ചില വിഷയങ്ങളാണ്. ഒരു സർജിക്കൽ എററും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെയുള്ള സംഭവത്തെ കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അങ്ങനെ ചെയ്യുന്നവരെ, ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് ഒട്ടിച്ചത് ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടർ പിറ്റേ ദിവസം പറയുന്നു ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഡോക്ടർ തന്നെ പറയുകയാണ്. അപ്പോൾ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സ്റ്റോറി ബോർഡ് പോലെ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും ഈ നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോൾ OP 2016 8 കോടിയാണ് മൾട്ടിപ്പിൾ എൻട്രി OP നമ്മൾ കണക്കാക്കിയാൽ. ഇന്ന് 13 കോടി ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. ജനസംഖ്യ കൂടിയിട്ടില്ല, പിന്നെയോ രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല. അപ്പോൾ പക്ഷേ എന്താണ് കൂടിയത്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി. ഈ ആളുകളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുത്തകകൾ, ആഗോള കുത്തകകൾ ആണ് ഇവിടേക്ക് വന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം ഇപ്പോൾ ഗ്ലോബൽ കോർപ്പറേറ്റ്സ് ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് 80-90% അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ കൂടുതൽ ശക്തമായി തുടരും. അതിനുവേണ്ടി എല്ലാവരും കേരളം ഒന്നിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. വയനാട് ഫണ്ട് കൊടുത്തത് അത് തട്ടിപ്പാണ്, അത് പാർട്ടി ഫണ്ടിലേക്ക് തിരികെ വരികയാണ്. 2 സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനം അഴിമതിയാണ്, അബിൻ സിവിൽ എഞ്ചിനീയറാണ്, 20 ലക്ഷം രൂപയാകുന്നത്. ഈ 2 പ്രസ്താവനകൾ അബിൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ഒരു കണക്ക് എങ്ങനെയാണ്? ഞാൻ ഇതിന് മറുപടി പറഞ്ഞിട്ട് ആ കണക്കിട്ട് വരാം. ഏതായാലും 3 മാസം എടുത്ത് പഠിച്ചു വന്നതിൽ ഗുണമുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കോഴഞ്ചേരി പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആദ്യം പോസ്റ്റർ ഇറക്കിയത് സർക്കാരാണ്. എന്നാൽ പാലമല്ല, അപ്രോച്ച് റോഡാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയാണ്. ഏതാ സത്യമെന്ന് അവർ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരാതികൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ 2020 മുതൽ 25 വരെ നഗരസഭ ഭരിച്ചിരുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആരാ പരാതി അയച്ചത് എന്നുള്ളത് അപ്പോൾ മന്ത്രി പറഞ്ഞാൽ മതി, എനിക്ക് അതിനകത്ത് തർക്കമില്ല. അങ്ങനെ പരാതി അയച്ചത് നഗരസഭയാണോ, നഗരസഭയിലെ ആളുകളാണോ പരാതി അയച്ചത്, അതിൻ്റെ പേരിലാണോ അത് മാറ്റപ്പെടേണ്ടി വന്നതെന്ന് മന്ത്രി പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതങ്ങനെ. ഈ 2, ഇപ്പം നമുക്ക് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എന്ത് വികസനം നടന്നു എന്നൊക്കെ മന്ത്രി വാക്കുകൾ കൊണ്ട് കുറേ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ഒട്ടിച്ച ആ നോട്ടീസ് സമ്മതപത്രമാണ്. ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ. ആ സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടെന്നാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ മന്ത്രി പറയണം അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാതിയാണ്. അതിന് ഇത്രയും ആരോഗ്യമന്ത്രിയെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ മോശപ്പെടുത്താൻ ശ്രമിച്ച ആ വ്യക്തിയെ ഇതേവരെ കണ്ടെത്താൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് എന്ന് പറഞ്ഞു. കാരണം വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത, അത് ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഇത്രമാത്രം എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു വകുപ്പിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അത് ഒരു ആഭ്യന്തര വകുപ്പല്ലേ ഇത് കണ്ടെത്തേണ്ടത്? കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഇവിടെ നേഴ്സിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം നേഴ്സിംഗ് വിദ്യാർത്ഥികൾ മഴയത്ത് നിന്ന് സമരം ചെയ്തത്? മഴയത്ത് നിന്ന് സമരം ചെയ്തത് ആരോഗ്യമന്ത്രിക്കെതിരെ തന്നെയല്ലായിരുന്നോ? അവരുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഘട്ടം വന്നപ്പോഴല്ലേ ഈ പത്തനംതിട്ടയിലെ മഴയത്ത് നിന്ന് അവർ സമരം ചെയ്തത്? അപ്പോൾ അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളത് ആരോഗ്യമന്ത്രി ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ കാര്യം പറഞ്ഞു. 2015 പൊളിച്ചു നീക്കാൻ പറഞ്ഞ കെട്ടിടമാണ് 2022 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ 7 കൊല്ലം മുമ്പ് പൊളിച്ച് നീക്കപ്പെടണം എന്ന് പറഞ്ഞ കെട്ടിടം 2022 23 പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ വിമർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. പിന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക ഒടുങ്ങിയത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതിൽ എന്തായാലും ഞാൻ ആരോഗ്യമന്ത്രിയുടെ വ്യക്തിപരമായി പേരെടുത്തോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അല്ല വിമർശിച്ചത്. നിങ്ങൾക്ക് എൻ്റെ മുൻ ഭാഗത്തെ കാര്യം നോക്കിയാൽ അറിയാം. ഞാൻ 10 കൊല്ലത്തെ ആരോഗ്യ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത എന്ന വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ്. ഇവിടെ ആളുകൾക്ക് പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. 2, നമ്മൾ എത്രമാത്രം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാലും ഡോക്ടർമാർ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. ഒരു ഡോക്ടർ തന്നെ പറഞ്ഞേ. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? അപ്പം അതല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഇത്രയും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ നഗരസഭയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുൻകാലങ്ങളെ ഓർക്കണം. പിന്നെ ഞാൻ സമരങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിൻ്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യമെന്ന് ചോദിച്ചെടുത്ത് നിന്നാണ് കറുത്ത പൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്കായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്. കാരണം ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? ഇല്ലെങ്കിൽ അവരാരെങ്കിലും, ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ, 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും RPFന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യമെടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? അപ്പം ഞങ്ങൾ ചോദിച്ചതാണോ പ്രശ്നം? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേരള സമക്ഷം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നുള്ളതും കേരളത്തിന് മുന്നിൽ ഇത് മുഴുവൻ ഉണ്ടായതാണ് എന്നുള്ളത് അറിയാം. അതുമാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUവിൽ തുടരണമെന്നാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് യാത്ര തിരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്?
അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത്, ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. ആ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ രണ്ട്, ബഹുമാനപ്പെട്ട MLA, ഇവിടുത്തെ MLA ആരോഗ്യവകുപ്പ് മന്ത്രിയും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഈ നാട്ടുകാരാണല്ലോ ജയിലിൽ കിടന്നത്. എന്തുകൊണ്ടാണ് ശബരിമല അയ്യൻ്റെ സ്വർണം കട്ട കേസിൽ ജയിലിൽ പോയവർക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും മിണ്ടാൻ പറ്റാത്തത്? എന്താ? ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പത്തനംതിട്ട ജില്ലയുടെ നമ്മുടെ ഏറ്റവും സാംസ്കാരിക തനിമ ശബരിമലയാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ശബരിമലയിലെ, ഈ ലോകത്തെ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതികളെ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല? ആ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പാർട്ടി ആണയിട്ട് പറയുമ്പോൾ, ആ അന്വേഷണത്തിൽ കണ്ടെത്തി ജയിലിൽ പോയവർ കുറ്റക്കാരല്ല എന്ന് പാർട്ടി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.